السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 61-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് പ്രസ്തുത അധ്യായത്തിലെ 10 മുതൽ 13 വരെയുള്ള 4 ആയത്തുകളാണ്. സത്യവിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ചവൻ പറയുന്ന വിഷയങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലെ 10-ാമത്തെ ആയത്ത് സത്യവിശ്വാസികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. ഈ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെ സംബന്ധിച്ച്, ഒരു വ്യാപാരത്തെ സംബന്ധിച്ച്, തുഞ്ചീക്കും, ആ വ്യാപാരം നിങ്ങളെ രക്ഷപ്പെടുത്തും, മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അള്ളാഹു സത്യവിശ്വാസികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമുക്കറിയാം, ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ കൃത്യമായി അണികൾ ശരിപ്പെടുത്തി ഒരുമയോടെ യുദ്ധം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പ്രത്യേകമായി സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം മൂസാ നബിയുടെ ജനതയെപ്പോലെ നിങ്ങൾ ഉപദ്രവകാരികളാകരുത് എന്ന് താക്കീത് നൽകുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ പോലെ തെളിവുകളെ നിരാകരിക്കുന്നവരാകരുത് എന്നും തുടർന്നുള്ള വചനങ്ങളിൽ നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷമാണ് യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അതിലാഭകരമായ, അതോടൊപ്പം അതിമഹത്തരമായ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അള്ളാഹു മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നത്. തീർച്ചയായും ഈ ഒരു ചോദ്യം വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള
ഒരു കൽപ്പനയോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശമോ പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളത് ചെയ്താൽ ഇന്നിന്ന ബെനിഫിറ്റുകൾ, ഉപകാരങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ആ കച്ചവടം നിങ്ങൾ കൃത്യമായി ആത്മാർത്ഥതയോടെ നിർവഹിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പരാജയപ്പെടുകയോ നഷ്ടത്തിൽ കലാശിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്നത് അള്ളാഹുവാണ്. എന്നിട്ട് ആ കച്ചവടത്തിന്റെ മഹത്വവും ആ കച്ചവടം വഴി സത്യവിശ്വാസികൾക്ക് ഇരു ലോകങ്ങളിലും ലഭ്യമാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ 10 മുതൽ 13 വരെയുള്ള 4 ആയത്തുകളിൽ വളരെ പ്രചോദകമായ ഒരു വിഷയം അള്ളാഹു സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ വായിച്ച ആയത്തിന്റെ അർത്ഥം, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഹൽ അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. പടച്ചവൻ വിശ്വാസികളോട് ഒരു ചോദ്യമെന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന രൂപത്തിൽ ഒരു കാര്യം അവരെ അറിയിക്കുകയാണ്. അതാണ് ആ പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകത. ഹൽ അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അലാ തിജാറത്തിൻ, ഒരു വ്യാപാരം. നമുക്കറിയാം, ലാഭകരമായ ഒരു വ്യാപാരത്തെ, ഒരു കച്ചവടത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. കച്ചവടം എല്ലാവർക്കും ലാഭകരമാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ആളുകൾ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തന്റെ ക്യാപിറ്റൽ പോലും നഷ്ടപ്പെടുമോ എന്ന ആദിയും ആശങ്കയുമായിരിക്കും. പക്ഷെ ഇവിടെ അള്ളാഹു ആമുഖമായി തന്നെ പറയുന്നൊരു കാര്യം, ഈ കച്ചവടം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയില്ല. ഈ കച്ചവടം നിങ്ങൾക്ക് തീർച്ചയായും ലാഭകരമായിരിക്കും. ഹൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന അതിമഹത്തായ ഒരു കച്ചവടത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് ആ കച്ചവടത്തിന്റെ മൂലധനങ്ങൾ എന്തായിരിക്കണം, ആ കച്ചവടം എങ്ങനെയാണ്, അതിന്റെ കച്ചവടക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണ് എന്നൊക്കെ കൃത്യമായി തുടർന്നുള്ള ആയത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്ത ആയത്ത് ഇങ്ങനെയാണ്, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ് وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. അല്ലാഹു പറയട്ടോ, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും വറസൂലിഹി, അവന്റെ ദൂതനിൽ വിശ്വസിക്കുക. ഇതാണ് ഒന്നാമതായി ഉണ്ടായിരിക്കേണ്ട അതിന്റെ ക്വാളിഫിക്കേഷൻ. അതേപോലെ തന്നെ വതുജാഹിദൂന ഫീ സബീലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് നടത്തുകയും ചെയ്യുക. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും കൊണ്ടായിരിക്കണം അത്. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കച്ചവടം ഇതാണ്. ഇത് അഭിസംബോധന ചെയ്യുന്നത് മക്കായിലെ മുശ്രിക്കീങ്ങളെ മാത്രമല്ല. അവർ പല വ്യാപാരങ്ങളിലും ഏർപ്പെട്ടിരുന്നല്ലോ. ആ വ്യാപാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർക്കൊരിക്കലും നഷ്ടം സംഭവിക്കുമെന്ന് ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത വിധം വളരെ കൃത്യമായി ലാഭകരമായി തന്നെ കലാശിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് സത്യവിശ്വാസികളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും വിശ്വാസികൾ ഈ കച്ചവടത്തിന് മുന്നോട്ട് വരുന്നു എങ്കിൽ അതിന് നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസം എന്നുള്ളത് ഏതൊരു സൽക്കർമ്മത്തിന്റെയും സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മൾ പല ക്ലാസ്സുകളിൽ പരാമർശിച്ചിട്ടുള്ള വിഷയം, വിശുദ്ധ ഖുർആനിൽ 70-ലധികം സ്ഥലങ്ങളിൽ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ചേർത്തി പറഞ്ഞിട്ടുണ്ട്. നാം ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏതൊരു കർമ്മവും അത് സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാകണമെങ്കിൽ
അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളത് നമ്മുടെ വിജയത്തിന്റെയും നമ്മുടെ പരലോക മോക്ഷത്തിനും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ. അപ്പൊ വിശ്വാസവും കർമ്മവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിച്ചു നിൽക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇവിടെയും നിങ്ങൾ ഈ കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രഥമമായും പ്രധാനമായും ഉണ്ടാകേണ്ടത് അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസമാണ്. അങ്ങനെ അത്രയും കൃത്യമായ ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ ഈ കച്ചവടത്തിൽ ഏർപ്പെടേണ്ടത് എന്ന്. രണ്ടാമതായി അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കച്ചവടം എന്താ അറിയോ? വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും മുഖേന അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്നതാണ് ഈ കച്ചവടം. അല്പം പ്രയാസകരമായി തോന്നാമെങ്കിലും ആദ്യം പറഞ്ഞ ആത്മാർത്ഥമായ വിശ്വാസമുള്ളവർക്ക് അത് വലിയ പ്രയാസകരമാവുകയില്ല. കാരണം വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് തൗബയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് സ്വർഗമുണ്ട് എന്ന ആ ഒരൊറ്റ, അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കും എന്നതിനു പകരമായി, അല്ലെങ്കിൽ എന്ന വാഗ്ദാനത്തിന് പകരമായി അവരുടെ ദേഹങ്ങളും അതേപോലെ തന്നെ അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അള്ളാഹു ഇഷ്തറാ മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു എന്നാണ്. അള്ളാഹു നമ്മൾക്ക് തന്നതാണ് നമ്മുടെ ശരീരം, നമ്മുടെ ജീവൻ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാം. പക്ഷേ അള്ളാഹു ഇവിടെ പ്രയോഗിക്കുന്നത് എന്താ? നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന നിങ്ങളുടെ ആ സമ്പത്തും നിങ്ങളുടെ ശരീരവും അള്ളാഹു തന്നെ വാങ്ങുകയാണ്. എന്തിന്റെ കണ്ടീഷനിൽ? ഒരു ക്രോസ് വെച്ചുകൊണ്ടാണ്. എന്താണ് ക്രോസ്? ബിഅന്ന ലഹുമുൽ ജന്ന, നിങ്ങൾക്ക് ശേഷം സ്വർഗമുണ്ടായിരിക്കും എന്ന ആ അതിമഹത്തരമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അള്ളാഹു യഥാർത്ഥത്തിൽ അവർക്കിത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇവിടെ കച്ചവടം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വതുജാഹിദൂന ഫീ സബീലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ജിഹാദ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ജിഹാദുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമതായി പറയപ്പെടുന്ന ജിഹാദ് സ്വന്തത്തിനെതിരായ ജിഹാദ്. നമ്മുടെ സ്വന്തം ദേഹേച്ഛയ്ക്ക് ഇഷ്ടങ്ങൾക്കെതിരായി നമ്മൾ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സുകളെ തടയുക, അത്യാഗ്രഹം ഉപേക്ഷിക്കുക, സൃഷ്ടികളോട് കാരുണ്യമുള്ളവരാവുക. ഇതൊക്കെയും ഒരുപക്ഷെ നമ്മുടെ മനസ്സൊരുപക്ഷെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ്. മനസ്സ് അംഗീകരിക്കാനോ മനസ്സ് സ്വീകരിക്കാനോ ഇടവരാത്ത കാര്യങ്ങളാണ്. ആ ഇടവരാത്ത കാര്യങ്ങളുണ്ടല്ലോ, അവരെ സഹായിക്കുക. അതേപോലെ തന്നെ നമ്മുടെ തന്നിഷ്ടങ്ങളെ, തിന്മയിലേക്ക് പോകുന്ന തന്നിഷ്ടങ്ങളെ തടഞ്ഞു നിർത്തുക എന്നതൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ്. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ജിഹാദ് എന്ന് പറയുന്നത് ശത്രുവിനെതിരായ ജിഹാദാണ്. അഥവാ അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കുകയും അവയെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന രണ്ടാമത്തെ ജിഹാദ്. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിക്കുന്നത്. തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തും ശരീരവും കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്ന ആ അതിമഹത്തായ ഒരു വ്യാപാരത്തെ, കച്ചവടം സംബന്ധിച്ചാണ് അള്ളാഹു സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ കച്ചവടത്തിന്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങൾ അതിൽ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുകയേ വേണ്ട. മാത്രമല്ല, അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അനശ്വരമായ പരലോകമോക്ഷം അവന് ലഭിക്കുന്നു എന്നതും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് ആ കച്ചവടം അവനെ രക്ഷപ്പെടുത്തും എന്ന വാഗ്ദാനങ്ങളാണ് പടച്ചവൻ നൽകുന്നത്.
അപ്പൊ ഈ കച്ചവടം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നബിവചനം ഇങ്ങനെ കാണാൻ കഴിയും. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം ചോദിക്കപ്പെടുകയുണ്ടായി. എന്ത്? നബി തിരുമേനിയോട് ചോദിക്കപ്പെട്ട കാര്യം, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേതാണ്, പ്രവർത്തനമേതാണ്? അപ്പൊ നബി തിരുമേനി പറഞ്ഞു, ഈമാനും ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതരിലും വിശ്വസിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് മറുപടി കൊടുത്തു. അപ്പൊ അയാൾ വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യിൻ, പിന്നെ ഏതാണ്? സുമ്മ മാത, പിന്നെ ഏത് കാര്യമാണ്? അപ്പൊ നബി തിരുമേനി പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ പരാമർശിച്ചതുപോലെ തന്നെ തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വ അൻഫുസിക്കും, അതാണല്ലോ ഇന്ന് നമ്മൾ വായിച്ച രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് എന്ന് മാത്രമല്ല, പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതും ഒട്ടനവധി പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായ ഒരു അതിമഹത്തരമായ ലാഭകരമായ കച്ചവടം. ഇനി അള്ളാഹു അതിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ആ കച്ചവടത്തിൽ വ്യാപൃതരായാൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്നുകൂടെ പടച്ചവൻ തന്നെ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. ഇതിലെ മൂന്നാമത്തെ ആയത്ത്, യഗ്ഫിർ ലക്കും ദുനൂബക്കും, അതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. വമസാകിന തയ്യിബതൻ, വിശിഷ്ടമായ വസതികളിൽ, വീടുകളിൽ, ഫീ ജന്നാത്തി അദ്നിൻ, അതേപോലെ തന്നെ ശാശ്വതമായ അല്ലെങ്കിൽ അനശ്വരമായ സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിൽ, അതിവിശിഷ്ടമായ വസതികളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്ര മഹത്തരമായ വിജയം. അപ്പൊ ഈ കച്ചവടത്തിന്റെ ബെനിഫിറ്റായി ആദ്യം പറയുന്നത് പരലോകത്തെ കാര്യങ്ങൾ, ബെനിഫിറ്റിനെ കുറിച്ചാണ്. പരലോകമാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അവിടെ മോക്ഷം ലഭിക്കണം, അവിടെ വിജയിക്കണം, നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവിടെ പ്രതിഫലം ലഭിക്കണം. അതുകൊണ്ട് തന്നെ ആത്യന്തികമായ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ ആ കാതലായ വശമാണ് ഇവിടെ ആദ്യമായി പറയുന്നത്. അതിലൊന്നാമത്തേത്, ആ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമതായി, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ, സ്ഥിരവാസത്തിനുള്ള വസതികളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്ര മഹത്തരമായ വിജയം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം, പ്രസ്തുത മേൽ പ്രസ്താവിച്ച കച്ചവടമുണ്ടല്ലോ, ആ കച്ചവടത്തിലൂടെ ലഭ്യമാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി, സമ്പൂർണമായ സുഖസമ്പൂർണമായ സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരലോകത്ത് അവന് ലഭിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ വാഗ്ദാനം ചെയ്ത് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു ഈ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്ത ആളുകളോട് മാത്രമായി പറയുന്ന ഒരു കാര്യമല്ല.
ഏതൊരു കാലഘട്ടത്തിലൊക്കെ സത്യവിശ്വാസികളുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, ആ കാലഘട്ടത്തിലെ സത്യവിശ്വാസികളോടെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അള്ളാഹു ഇഷ്തറ, അവരിൽ നിന്ന് വാങ്ങുകയാണ്. ബി അന്ന ലഹുമുൽ ജന്ന, അവർക്കതിന് പകരമായി പടച്ചവൻ സ്വർഗം നൽകും എന്നുള്ള ആ കരാറോടുകൂടി എല്ലാ കാലഘട്ടത്തിലുമുള്ള സത്യവിശ്വാസികൾക്കോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് വിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് മാത്രമുള്ള ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമോ അല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇങ്ങനെ കൂടി കാണാൻ കഴിയും. വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത് തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ. തൗറാത്തിലും ഇൻജീലിലും അതുപോലെ തന്നെ ഖുർആനിലും തന്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്ര ഈ പറഞ്ഞത്. അപ്പം നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും അള്ളാഹു വാങ്ങി നമ്മൾക്ക് സ്വർഗ്ഗം നൽകുമെന്ന ആ വാഗ്ദാനം അത് തൗറാത്തിലുണ്ട്, അതേപോലെ തന്നെ ഇൻജീലിലുണ്ട്, വിശുദ്ധ ഖുർആനിലുമുണ്ട്. അപ്പൊ പൂർവിക ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് മാത്രമല്ല, എല്ലാ സത്യവിശ്വാസികൾക്കും അങ്ങനെ ഒരു വാഗ്ദാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാം അതിന് ഈ പറയപ്പെട്ട പ്രതിഫലം പരലോകത്ത് ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിന്റെ ആ കച്ചവടത്തിന്റെ ബെനിഫിറ്റുകൾ അത് അവസാനിക്കുന്നില്ല. വീണ്ടും അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള അവസാനത്തെ ആയത്തിൽ പറയാട്ടോ, വഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ് വബശ്ശിരിൽ മുഅ്മിനീൻ. പടച്ചോൻ പറയാട്ടോ, ഈ പറഞ്ഞത് മാത്രമല്ല, വഉഖ്റാ വേറെയുമുണ്ട് തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബെനിഫിറ്റുകൾ, അതിന്റെ പ്രതിഫലം വേറെയുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നസ്റും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ്. അള്ളാഹുവിൽ നിന്നുള്ള സഹായം നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, വഫത്ഹുൻ ഖരീബ്, നിങ്ങൾക്ക് സമീപസ്ഥമായ വിജയം അള്ളാഹു നിങ്ങൾക്ക് നൽകും. വബശ്ശിരിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയായി അറിയിക്കുക. ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലുമുള്ള സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പോ ഈ 4 ആയത്തുകളിൽ 10, 11, 12, 13 ആയത്തുകളിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? സത്യവിശ്വാസികളെ മാത്രം വിളിച്ചുകൊണ്ട്. കാരണം എന്താ? വിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അതിന് പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യതയും പ്രതിഫലവും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഇസ്ലാമിന്റെ ബേസിക് ആയിട്ടുള്ള മൗലികമായ ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ കച്ചവടം, ഈ മഹത്തരമായ കച്ചവടത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഈ നിബന്ധനകൾ, ഈ കണ്ടീഷനുകൾ കൂടി, അഥവാ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു നൽകും. വിശാലമായ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ, വിശിഷ്ടമായ വസതികളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ സഹായം, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തു തന്നെ നിങ്ങൾക്ക് സമ്പൂർണമായ വിജയവും ലഭ്യമാകും. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഭൗതികവും പാരത്രികവുമായ നേട്ടങ്ങളെക്കുറിച്ച് അള്ളാഹു ഈ സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ ആ കച്ചവടം ലാഭകരമാണോ അല്ലേ? അല അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഹൽ അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല തിജാറത്തിൻ, ആ ഒരു കച്ചവടത്തെ പറ്റി. അപ്പൊ ആ കച്ചവടം എന്താണ് എന്നും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ബെനിഫിറ്റുകളെ കുറിച്ചുമാണ് ഈ 4 ആയത്തുകളിൽ അള്ളാഹു സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ സത്യവിശ്വാസികൾക്ക് എല്ലാ കാലഘട്ടത്തിലും അത് അള്ളാഹുവിന്റെ ഒരു സന്തോഷ വാർത്ത ആയിരിക്കും എന്ന് അവസാനം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പാരത്രികമായ ജീവിതമാണ് മനുഷ്യന്റെ ആത്യന്തികമായ ജീവിതം.
അനശ്വരമായ ജീവിതം എന്നു മനസ്സിലാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ശരീരവും സമ്പത്തും ചെലവഴിക്കാൻ നമ്മൾ സന്നദ്ധരാവുക എന്നുള്ളതാണ്. ആ മാർഗം ഒരു കാലഘട്ടത്തിൽ അത് ജിഹാദാണ് എങ്കിൽ മറ്റ് ഒരു കാലഘട്ടത്തിൽ അതൊരു പക്ഷേ അള്ളാഹു വേറെ ചില രൂപത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും നമ്മുടെ സമ്പത്തുമൊക്കെ ആവശ്യപ്പെടുന്ന ചില മേഖലകൾ നമ്മൾക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു നൽകും. ആ തുറന്നു നൽകപ്പെടുമ്പോ അതിനെതിരെ കണ്ണടക്കുമ്പോ നമ്മൾ അത് ഇഷ്ടപ്പെടുന്നില്ല, ആ ജിഹാദ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെലവഴിച്ച് വിശ്വാസവും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ കർമ്മങ്ങൾ നിർവഹിക്കാനാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ സത്യവിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ ഗൗരവവും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനങ്ങളെ ചെവിക്കൊള്ളുക. ഇൻഷാ അള്ളാഹ് ഇതിലെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.